ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ കേരള പാഠാവലി 2ാം യൂണിറ്റ് കലയുടെ വേരുകളിലെ ലണ്ടൻ ബത്തേരിയിലെ കാഴ്ചകൾ എന്ന പാഠഭാഗമാണ് നോക്കുന്നത്. NS മാധവൻ്റെ ലണ്ടൻ ബത്തേരിയിലെ കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. മനം കുളിർക്കെ നിറഭേദങ്ങൾ, മേളപ്പെരുക്കങ്ങൾ, ചക്രവാളത്തിൽ കുടമാറ്റം. ഞാൻ ആദ്യമായി ചവിട്ടുനാടകം കണ്ടത് എറണാകുളം TDM ഹാളിൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തിയ കലോത്സവത്തിൽ അവതരിപ്പിച്ച കാറൽസ്മാൻ ചരിതത്തിലെ കുറച്ചു രംഗങ്ങൾ മാത്രമായിരുന്നു. അന്ന് പല എറണാകുളംകാരും ആദ്യമായി ചവിട്ടുനാടകം കണ്ടു. അപ്പോൾ ആദ്യമായി ചവിട്ടുനാടകം കണ്ടത് എന്നാണ്? എവിടെയാണ്? എറണാകുളത്തുള്ള TDM ഹാളിലാണ്. അതിനുള്ള അവസരമുണ്ടായത് എങ്ങനെയാണ്? ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു ചവിട്ടുനാടകം അവിടെ അവതരിപ്പിച്ചത്. അങ്ങനെ ആ ഒരു അവതരിപ്പിച്ച ചവിട്ടു നാടകത്തിൻ്റെ രംഗങ്ങൾ ഈ എഴുത്തുകാരനെ വളരെയധികം സ്വാധീനിച്ചു. ആ നാടകം എന്തിൽ നിന്നുള്ളതായിരുന്നു? കാറൽസ്മാൻ ചരിതത്തിൽ നിന്നുള്ള കുറച്ച് രംഗങ്ങളായിരുന്നു ആ ചവിട്ടു നാടകത്തിൽ ഉണ്ടായിരുന്നത്. അപ്പം എറണാകുളം TDM ഹാളിലെ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി കണ്ട കാറൽസ്മാൻ ചരിതത്തിലെ ചവിട്ടു നാടകമാണ് ഇവിടെ NS മാധവൻ കണ്ടിട്ടുള്ളത്. അന്ന് പല എറണാകുളംകാരും ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു നാടകം കണ്ടത്. അരങ്ങിൽ ഞാൻ കണ്ട മഹാദൃശ്യം എൻ്റെ കണ്ണുകൾ കണ്ടു ശീലിച്ച കായൽ പരപ്പിൻ്റെ തുറസ്സും അതിന്മേലുള്ള ശബ്ദകോലാഹലത്തെയും ഓർമ്മിച്ചു. അപ്പോൾ ഈ ഒരു നാടകം കണ്ടപ്പോൾ കണ്ട ആളുടെ മനസ്സിലുണ്ടായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പം ആ ആൾക്ക് എന്ത് തോന്നി? അയാളുടെ കണ്ണുകളിൽ കണ്ടു ശീലിച്ച കാര്യം എന്താണ്? കായൽ പരപ്പിൻ്റെ തുറസ്സും, അതായത് തുറന്നു കിടക്കുന്ന വിശാലമായ കായൽപ്പരപ്പും അവിടെയുള്ള ശബ്ദങ്ങളും ഒക്കെയാണ് മനസ്സിലേക്ക് ഓടി വന്നത്. അതുപോലെ ശബ്ദത്തോടു കൂടിയ ഒന്നായിരുന്നു ഈ ചവിട്ടുനാടകം. പാട്ടിൻ്റെ തമിഴ് കലർന്ന ഭാഷ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അവർ പാടുന്നുണ്ട്, ഈ ചവിട്ടുനാടകത്തിൽ ഒരു പാട്ടുണ്ട്. ആ പാട്ട് തമിഴ് കലർന്ന ഭാഷയായിരുന്നു, അതുകൊണ്ട് കേട്ട ആൾക്കത് മനസ്സിലായില്ല. കാറൽസ്മാൻ്റെ കൊട്ടാരത്തിൻ്റെ പുറത്ത് ബദ്ധശത്രുവായ അൽബിറാന്തിൻ്റെ മകൻ പെരംബ്രാസ് കരിങ്കല്ല് തലയണയായി ഉപയോഗിച്ച് 3 രാവും പകലും കാവൽ കിടന്ന് കാറൽസ്മാനെ വെല്ലുവിളിക്കുന്ന രംഗത്തോടെയാണ് ചവിട്ടുനാടകം തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു നാടകം തുടങ്ങുന്ന ആ ഒരു അന്തരീക്ഷമാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അതായത് ആ സമയത്ത് ഈ ഒരു കൊട്ടാരമാണ് കാണിക്കുന്നത്. ആ കൊട്ടാരത്തിൻ്റെ പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്. അയാൾ എങ്ങനെയാണ് കരിങ്കല്ല് തലയണയായി ഉപയോഗിച്ചിട്ട് 3 രാവും 3 രാത്രിയും, അതായത് 3 ദിവസം അവിടെ കിടക്കുകയാണ്. ആരെ കാത്തിട്ടാണ് കിടക്കുന്നത്? കാറൽസ്മാനെ ആണ് കാത്ത് കിടക്കുന്നത്. അപ്പോൾ കാറൽസ്മാനെ വെല്ലുവിളിച്ചും കൊണ്ട് ആര് നിൽക്കുന്നുണ്ട്? പെരംബ്രാസ് നിൽക്കുന്നുണ്ട്. പെരംബ്രാസ് ആരാണ്? കാറൽസ്മാൻ്റെ ശത്രുവായ അൽബിറാന്തിൻ്റെ മകനാണ് പെരംബ്രാസ്. അപ്പോൾ ഈ പെരംബ്രാസ് കൊട്ടാരത്തിന് പുറത്ത് 3 ദിവസം കാവൽ നിൽക്കുകയാണ്. കാറൽസ്മാനെ കിട്ടുന്നതിന് വേണ്ടി, അയാളുമായി വെല്ലുവിളിക്കാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ്. കൊട്ടാരത്തിൽ കാറൽസ്മാൻ്റെ പാരികളിൽ, പാരികൾ എന്ന് പറഞ്ഞാൽ അനുയായികൾ, അദ്ദേഹത്തിന് ഫോളോവേഴ്സായി വരുന്നവർ, പാരികളിൽ പ്രധാനിയും ചക്രവർത്തിയുടെ സഹോദരി പുത്രനും അരുമയുമായ റോൾദാൻ ഒഴിച്ച് മറ്റാരുമില്ലായിരുന്നു. അപ്പോൾ കൊട്ടാരത്തിൽ ആരും തന്നെ ഇല്ല, ആകെയുള്ളത് റോൾദാൻ ആണ്. പിന്നെ ആരുണ്ട്? കാറൽസ്മാനും ഉണ്ട്. അപ്പോൾ കൊട്ടാരത്തിൽ കാറൽസ്മാൻ്റെ അനുയായികൾ പ്രധാനിയുമാണ്, അതുപോലെ തന്നെ ചക്രവർത്തിയുടെ സഹോദരി പുത്രനുമാണ്, അതുപോലെ എല്ലാവർക്കും അരുമയുമായ, എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട റോൾദാനാണ് കൊട്ടാരത്തിൽ ഉള്ളത്. വേറെ ആരും തന്നെ കൊട്ടാരത്തിലില്ല. പെരംബ്രാസിൻ്റെ വെല്ലുവിളി കൂടുതൽ ഉച്ചത്തിലാകുന്നു. അപ്പം പുറത്ത് ആരുണ്ട്? പുറത്ത് പെരംബ്രാസ് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ റോൾദാനുണ്ട്, വേറെ ആരുമില്ല. എന്നാൽ റോൾദാൻ ഒന്നും ചെയ്യുവാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ഈ ഒരു വെല്ലുവിളിയൊക്കെ കേട്ടിട്ടും റോൾദാൻ അവിടെ ഒന്നും ചെയ്യാതെ നിൽക്കുകയാണ്. ഈ നിഷ്ക്രിയത്വം എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന അവസ്ഥ, ഒരു കാര്യവും ചെയ്യാതെ നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് നിഷ്ക്രിയത്വം എന്ന് പറയാം. അപ്പോൾ നിഷ്ക്രിയത്വം കാറൽസ്മാനെ ചൊടിപ്പിച്ചു. അപ്പോൾ ഈ വെല്ലുവിളി കേട്ടിട്ടും ഒന്നും ചെയ്യാതെ നിൽക്കുന്ന റോൾദാനെ കണ്ടപ്പോൾ കാറൽസ്മാന് ദേഷ്യം വന്നു. ചക്രവർത്തി ചെങ്കോലെടുത്ത് റോൾദാൻ്റെ നെറ്റിക്ക് അടിക്കുന്നു. അപ്പോൾ ദേഷ്യം കൊണ്ട് എന്ത് സംഭവിച്ചു? ഒരു അടി കിട്ടി. ആർക്ക്? റോൾദാൻ ഒരു അടി കിട്ടി. നെറ്റിക്ക് ഒരു അടി ചെങ്കോൽ കൊണ്ട് കിട്ടി, കയ്യിലുള്ള വടി കൊണ്ട് കിട്ടി. ചോര ചീറ്റുന്നു. അപ്പോൾ എന്താണ്? ചോര ഒലിക്കുന്നു, നെറ്റിയിൽ നിന്ന് ചോര വരികയാണ്.
റോൾദാൻ ദുരിന്താന് എന്ന തൻ്റെ വാളുരുന്നു. അപ്പം റോൾദാൻ എന്ന ആ ഒരു അരുമയായ അല്ലെങ്കിൽ അനുയായികൾ പ്രധാനിയായ ചക്രവർത്തിയുടെ സഹോദരി പുത്രനുമായ റോൾദാന് ദേഷ്യം വന്നിട്ട് തൻ്റെ കയ്യിലുള്ള വാളാണ് ചക്രവർത്തിയുടെ നേരെ ഓങ്ങുന്നത്. ആക്രമണത്തിൽ നിന്ന് ചക്രവർത്തിയെ രക്ഷിച്ചത് അദ്ദേഹത്തിൻ്റെ പടയാളികളാണ്. ഇവിടെ കാറൽസ്മാൻ ആരാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പ്രാംസയുടെ ചക്രവർത്തിയാണ്, ക്രിസ്തുമതത്തിൻ്റെ രക്ഷകനാണ്, അതുപോലെ റോൾദാൻ്റെ അമ്മയായ ബെർത്തയുടെ സഹോദരൻ കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാറൽസ്മാനെയാണ് അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മകൻ ആയ റോൾദാൻ ആക്രമിക്കുന്നത്. അപ്പോൾ ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യും? ഉടൻ തന്നെ തല വെട്ടാനാണ് ആജ്ഞാപിച്ചത്. കാറൽസ്മാൻ്റെ ഉഗ്രകൽപ്പന, തീവ്രമായ കൽപ്പന എന്തായിരുന്നു? റോൾദാൻ്റെ തല വെട്ടുക. അന്ന് ആദ്യമായി ഫ്രാൻസിലെ സൈനികർ അദ്ദേഹം പറഞ്ഞത്, ചക്രവർത്തി പറഞ്ഞത് അനുസരിച്ചില്ല. കാരണം റോൾദാൻ അവരുടെ പ്രിയപ്പെട്ട പടനായകനായിരുന്നു. നാടകം തുടങ്ങിയതിന് ശേഷം അവസാന രംഗം കഴിഞ്ഞ് TDM ഹാളിലെ നീല കർട്ടൻ രണ്ടറ്റത്തു നിന്നും യാത്ര ചെയ്ത് നടുവിലെത്തുന്നത് വരെ ഞാൻ അമ്മയുടെ കൈ മുറുകെ പിടിച്ചു. അപ്പോൾ നാടകം അവസാനിക്കുന്നത് വരെ വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്ന്, അപ്പോൾ അവസാന നിമിഷത്തിൽ ആ ഒരു പേടി കാരണം അമ്മയുടെ കൈ പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അമ്മ ചോദിച്ചു, കൊച്ചെന്താണ് എന്നെ അള്ളി പിടിക്കണത്, എന്താണ് ഇങ്ങനെ മുറുകി പിടിച്ചിരിക്കുന്നത് എന്ന് അമ്മ ചോദിച്ചു. അതിന് ഉത്തരം, എൻ്റെ അന്ന് വരെയുള്ള ജീവിതത്തിലെ ഏറ്റവും നീണ്ട ഉച്ഛ്വാസമായിരുന്നു. അപ്പോൾ അമ്മ ചോദിച്ചതിന് ഉത്തരമൊന്നും പറഞ്ഞില്ല, ഒരു നീണ്ട ഉച്ഛ്വാസത്തോടു കൂടി നിൽക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ വല്ലപ്പോഴേ ചവിട്ടുനാടകം കണ്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം അങ്ങനെ കാര്യപ്പെട്ടൊന്നും കണ്ടില്ല. അപ്പോൾ അതിന് മുമ്പ് ചെറുപ്പത്തിൽ കണ്ട ചവിട്ടുനാടകത്തിൻ്റെ ഓർമ്മയാണ് ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.